ഹലോ ഗൈസ്, മുരിങ്ങ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരും മടിയുള്ളവരും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇത് ആസ്വദിച്ച് കഴിക്കുമെന്നതിൽ ഒരു ഡൗട്ടുമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഐറ്റം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മളൊരു 5-10 കൊച്ചുള്ളി ഒന്നിടിച്ചെടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും, എരിവ് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം പച്ചമുളകും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് ഇതെല്ലാം ഒന്ന് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞ് നമ്മളൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചെടുത്തു, അതുകൂടെ വറ്റൽമുളക് ഇടുന്നു. അതിനുശേഷം നമ്മൾ ചതച്ചെടുത്ത കൊച്ചുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ ഒരു തുള്ളി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കഴുകി വെച്ച നമ്മുടെ മുരിങ്ങയിലയും കൂടെ ഇതിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം ഒരല്പം വെള്ളം പോലും ചേർക്കാണ്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഒരു 6-7 മിനിറ്റിനുള്ളിൽ ഇത് വെന്ത് കിട്ടും. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മുട്ട എടുക്കാം. നമ്മളൊരു 3 മുട്ടയാണ് എടുക്കുന്നത്. മുട്ട നമ്മൾ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് വയ്ക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിലാകുമ്പം നമ്മളൊന്നുകൂടെ ഒന്ന് ഇളക്കി ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം ഈ മുരിങ്ങയൊന്ന് സൈഡിലേക്ക് മാറ്റി നടുവിലൊരല്പം വെളിച്ചെണ്ണ ഒഴിത്ത് ഈ മുട്ടയൊന്ന് ഒഴിക്കുക. ഒരല്പം ഒന്ന് ചൂടായി കഴിയുമ്പം ഇത് നന്നായിട്ട് മുരിങ്ങയോടുകൂടെ ചേർത്ത് ഇളക്കി ചിക്കി പൊരിച്ചെടുക്കുക. ഈ ഒരു തോരനിൽ അല്പം പോലും വെള്ളമില്ലാതെ ഇത് നല്ല ഡ്രൈ ആക്കി എടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. ആ ചെറിയുള്ളിയും വെളുത്തുള്ളിയുടെ ഒക്കെ ടേസ്റ്റ് മുരിങ്ങ